ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 7. ഒരിക്കലും അകലെയല്ല. നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 32 രാജ് തന്റെ യൗവനത്തിൽ യേശുവിനെ രക്ഷകനായി വിശ്വസിച്ചിരുന്നു. എന്നാൽ താമസിയാതെ അദ്ദേഹം വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുകയും ദൈവത്തിൽ നിന്ന് വേറിട്ട ഒരു ജീവിതം നയിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം യേശുവുമായുള്ള ബന്ധം പുതുക്കി സഭയിലേക്കു മടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇത്രയും വർഷങ്ങൾ വരാതിരുന്നതിന് തന്നെ നിന്ദിച്ച ഒരു സ്ത്രീയുടെ ശകാരം കേൾക്കുവാൻ വേണ്ടി മാത്രം ആ ശകാരം തന്നിൽ വർഷങ്ങളോളം അലഞ്ഞു തിരിഞ്ഞു നടന്നതിൻ്റെ ലജ്ജയും കുറ്റബോധവും വർദ്ധിപ്പിച്ചു. ഇനി എനിക്ക് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലേ? അദ്ദേഹം അത്ഭുതപ്പെട്ടു. യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടും ശിമോൻ പത്രോസിനെ കർത്താവ് എങ്ങനെയാണ് പുനഃസ്ഥാപിച്ചതെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. പത്രോസ് എന്തെല്ലാം ശകാരം പ്രതീക്ഷിച്ചിരിക്കാമെങ്കിലും അവന് ലഭിച്ചത് പാപമോചനവും പുനഃസ്ഥാപനവും മാത്രമാണ്. പത്രോസ് തന്നെ തള്ളിപ്പറഞ്ഞതിനെ യേശു വീണ്ടും പരാമർശിച്ചതേയില്ല. പകരം തന്നോടുള്ള സ്നേഹം വീണ്ടും ഉറപ്പിക്കാനും തന്നെ അനുഗമിക്കുന്നവരെ പരിപാലിക്കാനും അവിടുന്ന് അവനോട് നിർദ്ദേശിച്ചു. പത്രോസ് തന്നെ കൈവിടുന്നതിന് മുമ്പുള്ള യേശുവിൻ്റെ വാക്കുകൾ നിവൃത്തിയാകുകയായിരുന്നു. നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. അതെ, പാപമോചനത്തിനും പുനഃസ്ഥാപനത്തിനും വേണ്ടി രാജ് ദൈവത്തോട് അപേക്ഷിച്ചു. ഇന്ന് അദ്ദേഹം യേശുവിനോട് ചേർന്ന് നടക്കുക മാത്രമല്ല, സഭയിൽ ശുശ്രൂഷിക്കുകയും മറ്റു വിശ്വാസികളെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തിൽ നിന്ന് എത്ര അകന്നു പോയാലും നമ്മോട് ക്ഷമിക്കാനും നമ്മെ തിരികെ സ്വാഗതം ചെയ്യാനും മാത്രമല്ല, നമ്മെ പുനഃസ്ഥാപിക്കാനും അവിടുന്ന് എപ്പോഴും തയ്യാറാണ്. അങ്ങനെ നമുക്ക് അവിടുത്തെ സ്നേഹിക്കാനും സേവിക്കാനും മഹത്വപ്പെടുത്താനും കഴിയും. നാം ഒരിക്കലും ദൈവത്തിൽ നിന്ന് വളരെ അകലെയല്ല. അവിടുത്തെ സ്നേഹനിർഭരമായ കരങ്ങൾ വിശാലമായി തുറന്നിരിക്കുന്നു. ചിന്തിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനെക്കുറിച്ച് എന്തൊക്കെ ഭയമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത്? അവിടുത്തെ പാപക്ഷമയുടെ ഹൃദയം അറിയുന്നത് അവങ്കിലേക്ക് മടങ്ങാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കും? ദൈവത്തിന് മഹത്വം.